ഹലോ, നമുക്കിന്ന് രഞ്ജിത്ത് ഹോസ്കോട്ട് എഴുതിയതായ മാഡ്മാൻ എന്ന് പറയുന്നൊരു പോം നോക്കാം. മാഡ്മാൻ എന്ന് പറയുന്ന ഈ പോം വളരെ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളതായ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നതായ ഒരു പോമാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കോട്ട് ധരിച്ചുകൊണ്ട് തന്നെ ഇരുട്ടത്ത് രാത്രിയിൽ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ പല കാര്യങ്ങളാണ് ഈ പോമിലൂടെ രഞ്ജിത്ത് ഹോസ്കോട്ട് പറയുന്നത്. ഇതൊരു മനുഷ്യൻ്റെ വളരെ മോശം അവസ്ഥയെ സിംബലൈസ് ചെയ്യുന്നതായ ഒരു പോമാണ്. അപ്പോൾ ഈ മാഡ്മാൻ എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനാകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആകാം. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ വളരെ ഒറ്റയ്ക്കായി പോയതായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യനെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഒറ്റപ്പെട്ടു പോയതായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ എല്ലാവരും മാഡ്മാൻ എന്നുള്ള നിലയിൽ അങ്ങനെ അവഗണിച്ച്, വളരെ പുച്ഛിച്ചും അവഗണിച്ചുമൊക്കെ അങ്ങനെ ആയിത്തീർന്നതായ ഒരു മനുഷ്യനാണ് ഈ മാഡ്മാൻ എന്ന് പറയുന്നത്. ഈ മാഡ്മാൻ വളരെ വീക്കായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിന് താമസിക്കുവാനായിട്ടൊരു ഷെൽട്ടറില്ല, അദ്ദേഹത്തിന് ഫുഡില്ല, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ എല്ലാവരാലും തഴയപ്പെട്ടതായ ഒരു മനുഷ്യനാണ് ഈ മാഡ്മാൻ എന്ന് പറയുന്നതായ ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കൊരു ഹാഫ് ഓപ്പൺഡ് വിൻഡോ വരുന്നതാണ്. അതായത് ഹാഫ് ഓപ്പൺഡ് വിൻഡോ സൂചിപ്പിക്കുന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കവിടെ സൂചിപ്പിക്കുന്നതായ കാര്യമെന്ന് പറയും. അപ്പോൾ ഈ ഹാഫ് ഓപ്പൺഡ് ആയിട്ടുള്ളതായ വിൻഡോയിലൂടെ ഒരു ലൈറ്റ് വരുന്നത് ഈ മാഡ്മാൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ പുൽനാമ്പ് നൽകുന്നത്. നമുക്കറിയാം, എല്ലാ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകും, അതുപോലെ തന്നെ നല്ല അവസ്ഥയിലൂടെയും കടന്നു പോകും. നമ്മൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായ സമയത്ത് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെ സഹായമാണ്. നാം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ ജീവിക്കുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് എല്ലാവരുടെയും സഹകരണത്താലും സഹായത്താലുമാണ് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ മോശം അവസ്ഥകൾ വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് മറ്റു മനുഷ്യരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ മാഡ്മാൻ അങ്ങനെ ഒരു ലൈറ്റിനായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ മാഡ്മാൻ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇവിടെ കിട്ടുന്നില്ല. മാഡ്മാന് ഒരു സഹായം അങ്ങനെ കിട്ടുന്നില്ല. അദ്ദേഹമായിരിക്കുന്നതായ ആ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം അങ്ങനെ ഒറ്റപ്പെട്ടു പോയി ഒരു ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ്. നമുക്ക് ഈ മാഡ്മാനെ എല്ലാ സൊസൈറ്റിയിലും കാണുവാനായിട്ട് സാധിക്കും. അതായത് ഒരു മനുഷ്യൻ മുഴുവൻ സൊസൈറ്റിയാലും വെറുക്കപ്പെട്ട് അവർ അവഗണിക്കപ്പെട്ട് അങ്ങനെ കിടക്കുന്നതായ ഒരു മനുഷ്യനാണ് മാഡ്മാൻ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള പല ആളുകളും മാഡ്മാനെ പോലെ ജീവിക്കുന്ന ആളുണ്ടാകാം. അവരെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാതെ അവരങ്ങനെ ഏലിയനേറ്റഡായിട്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. അവരങ്ങനെ എല്ലാവരും തഴയപ്പെട്ടതായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും. നമുക്ക് വേണമെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതൊരു മാഡ്മാൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. സുപ്പീരിയർ കമ്മ്യൂണിറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ് പലപ്പോഴും മൈനോറിറ്റീസിന് കിട്ടാറില്ല. അപ്പോൾ അവരങ്ങനെ വളരെ മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പലപ്പോഴും നമുക്ക് പല റിസർവ്ഡ് ആയിട്ടുള്ളതായ ചില കാസ്റ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ഈ സുപ്പീരിയർ ആയിട്ടുള്ള കാസ്റ്റുകളുടെ ഭയങ്കര ഒപ്രഷൻ നേരിടേണ്ടതായിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവരങ്ങനെ അവരെ കൊണ്ട് തഴയപ്പെട്ടതായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് സൊസൈറ്റി നമുക്ക് കാണുമ്പോഴെടുക്കും. അപ്പോൾ അവരെ നമുക്കൊരു മാഡ്മാനായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവരങ്ങനെ എല്ലാവരും അങ്ങനെ തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് അങ്ങനെ കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാഡ്മാൻ എന്ന് പറയുന്ന ഈ പോം എന്ന് പറയുന്ന സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയതായ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയാണ് ഈ മാഡ്മാൻ എന്ന് പറയുന്ന പോമിലൂടെ രഞ്ജിത്ത് ഹോസ്കോട്ട് അങ്ങനെ നമ്മോട് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്. ആ ഒരു സിമ്പിളൈസേഷൻ നമുക്ക് ഈ പോമിൽ കാണാനായിട്ട് സാധിക്കും. ഈ മാഡ്മാൻ ആയിരിക്കുന്നതായ സൊസൈറ്റി എന്ന് പറയുന്നത് തൻ്റെ നേരെ കൊട്ടിയടയ്ക്കപ്പെടുന്നതായ വാതിലുകളായിട്ടാണ് ഈ പോയറ്റ് ഇവിടെ പറയുന്നത്.
അതായത് ഒരു ഡോറും അദ്ദേഹത്തിന് മുമ്പിൽ തുറക്കപ്പെട്ടില്ല എന്നാണ്. എല്ലാ ഡോറും കൊട്ടി അടയ്ക്കപ്പെട്ടതായ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയതായ ഒരു വ്യക്തിത്വമാണ് ഈ മാഡ്മാൻ എന്ന് പറയുന്നത്. പിന്നീട് മാഡ്മാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാഡ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് കഴിയുന്ന ഒരാളാണ്. ശരിക്കും ഒരു ലിറ്ററൽ മീനിങ് അല്ല മാഡ്മാൻ എന്ന് പറയുന്നത്. മാഡ്മാൻ എന്ന് പറയുന്നത് ഒരു ഏലിയനേറ്റഡ് ആയിട്ടുള്ള, എല്ലാവരിലും തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായ സമൂഹത്തെയാണ് ഈ പോമിലൂടെ രഞ്ജിത്ത് ഹോസ്കോട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്.